ചോക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് പരീക്ഷ എങ്ങനെയാണ് ഞാൻ ആദ്യ ശ്രമത്തിൽ പാസ്സായത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇതുവരെ കേട്ടറ്റ് പഠനം തുടങ്ങാത്തവർക്കും ഇത് ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. DLEDന് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ തന്നെ കേട്ടറ്റ് പരീക്ഷയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നു. DLED 2ാം വർഷമായപ്പോൾ കേട്ടറ്റ് പരീക്ഷയുടെ സിലബസ് മനസ്സിലാക്കുകയും നെഗറ്റീവ് മാർക്കില്ലെന്ന് അറിയുകയും ചെയ്തിരുന്നു. UP ഇന്റേൺഷിപ്പ് സമയത്താണ് കേട്ടറ്റ് പരീക്ഷയ്ക്കായി അപേക്ഷ നൽകിയത്. കേട്ടറ്റ് പരീക്ഷയ്ക്കായി അതുവരെ തയ്യാറെടുപ്പൊന്നും നടത്തിയിരുന്നില്ല. ഇന്റേൺഷിപ്പിന് കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുമായി PYQ ഡിസ്കഷൻ ചെയ്തിരുന്നു. പിന്നീട് കേട്ടറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും അതിൽ ഡെയിലി വരുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കേട്ടറ്റ് പരീക്ഷയ്ക്ക് 3-4 ദിവസം മുൻപാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് ഏത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചത്. കൃത്യമായ പഠനം ഇല്ലാത്തത് കൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് എടുക്കാൻ എനിക്ക് ഭയമായിരുന്നു. മാത്സിന്റെ കുറച്ച് ബേസ് ഉള്ളതുകൊണ്ട് മാത്സും സയൻസും എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. PYQ മോക്ക് ടെസ്റ്റ് എന്നിവ ചെയ്യുമ്പോൾ മലയാളം വിഭാഗത്തിൽ നിന്നും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ എന്നെ സഹായിച്ചു. ഇത് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ കുട്ടികളുമായുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ചോദ്യപേപ്പറുകളിൽ പെഡഗോജി, സൈക്കോളജി എന്നിവ ആൻസർ ചെയ്യാൻ എന്നെ സഹായിച്ചു. PYQ മോക്ക് ടെസ്റ്റ് എന്നിവ ചെയ്യുന്നതിലൂടെ പരീക്ഷയുടെ ഘടന മനസ്സിലാക്കാനും ചോദ്യങ്ങളുടെ ഘടന മനസ്സിലാക്കാനും വളരെയധികം സഹായിച്ചു. മുൻവർഷ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുമ്പോൾ തന്നെ അതിലുള്ള മനഃശാസ്ത്രജ്ഞന്മാരുടെ പേരും അവരുടെ സംഭാവനകളും ഷോർട്ട് നോട്ടായി കുറിച്ചു വെച്ചിരുന്നു. ഇത് പരീക്ഷയുടെ അവസാന ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വളരെയധികം സഹായിച്ചു. പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ വളരെയധികം റിലാക്സ് ആയി തന്നെയാണ് ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചത്. ഓരോ ചോദ്യവും വളരെ വിശദമായി മനസ്സിലാക്കുകയും അതിന്റെ ഓരോ ഓപ്ഷനും കൃത്യമായി വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ഓപ്ഷനും വായിച്ച് നമുക്ക് ശരിയായി തോന്നുന്ന ഓപ്ഷൻ ബബിൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എല്ലാ ചോദ്യങ്ങളും കൃത്യസമയത്തിനുള്ളിൽ തന്നെ ബബിൾ ചെയ്തിരുന്നു. മുഴുവൻ ചോദ്യങ്ങളും ഓപ്ഷനുകളും കൃത്യസമയത്തിനുള്ളിൽ വായിക്കുകയും മനസ്സിലാക്കുകയും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ബബിൾ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ എൻ്റെ ഉത്തരങ്ങളുമായി ഞാൻ താരതമ്യപ്പെടുത്തുകയും അതിൽ നിന്ന് എനിക്ക് കേട്ടറ്റ് ക്വാളിഫയിങ് മാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഫൈനൽ ആൻസർ കീ വരുന്നത് വരെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം ക്വാളിഫൈ ചെയ്യാൻ എനിക്ക് സാധിച്ചു. എന്നെ സഹായിച്ച കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ്, PYQ ഡിസ്കഷൻ എന്നിവയാണ്. അതുകൂടാതെ മലയാളം ഗ്രാമറിന്റെ ബേസും മാത്സിന്റെ ബേസും എനിക്കുണ്ടായിരുന്നു. വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കേട്ടറ്റ് നേടാൻ സാധിക്കുന്നതാണ്. കേട്ടറ്റിന്റെ സിലബസും മാർക്ക് വിതരണവും മനസ്സിലാക്കുക. കേട്ടറ്റ് പഠനത്തിനായി ഓൺലൈൻ, ഓഫ്ലൈൻ സാമഗ്രികൾ ഉപയോഗിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടേതായ രീതിയിൽ ഷോർട്ട് നോട്ട് തയ്യാറാക്കി വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നതും PYQ ചെയ്ത് പരിശീലിക്കുക എന്നതും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും PYQ പരിശീലിക്കുന്നത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റും വീക്ക് സബ്ജക്റ്റും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ടെൻഷൻ ഇല്ലാതെ പരീക്ഷയെ നേരിടുക. നിങ്ങൾക്ക് എന്തായാലും കേട്ടറ്റ് കിട്ടുമെന്ന ഉറച്ച വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഓരോ ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കുക. ആരോഗ്യം, ഭക്ഷണം, ഉറക്കം എന്നിവ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പരീക്ഷാ സമയങ്ങളിൽ ഉറക്കമൊഴിച്ച് പഠിക്കാതിരിക്കുക. എനിക്ക് കേട്ടറ്റ് ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേട്ടറ്റ് നേടാൻ കഴിയും. ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. എൻ്റെ പഠനാനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. കുറച്ചു പേർക്കെങ്കിലും ഇത് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടറ്റ് LP-UP പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരും വീഡിയോസിൽ കാണാം. ബിഗ് ഡ്രീംസ് ബിഗിൻ വിത്ത് എ സ്മോൾ ചോക്ക്.